ബീഹാർ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ വെളിപ്പെടുത്തലുമായ ഹസാരിബാഗ് പ്രിൻസിപ്പൽ ചോദ്യപേപ്പർ കൊണ്ടുവന്ന ഡിജിറ്റൽ ലോക്കർ കട്ടർ ഉപയോഗിച്ച് തകർത്തു എന്നാണ് പ്രിൻസിപ്പലിന്റെ മൊഴി. ലോക്ക് തകരാറിലായതിനെ തുടർന്നാണ് കട്ടർ ഉപയോഗിച്ചതെന്നാണ് വിശദീകരണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായം തേടുമെന്ന് ഉന്നതതല സമിതി അറിയിച്ചു. മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഹസാരിബാഗിലെ നീറ്റ് UG പരീക്ഷാ സെന്ററായ സ്കൂളിൽ ചോദ്യപേപ്പർ കൊണ്ടുവന്ന ഡിജിറ്റൽ ലോക്കർ തുറക്കാൻ കഴിയാതെ വന്നതോടെ കട്ടർ ഉപയോഗിച്ച് തകർത്തെന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വെളിപ്പെടുത്തൽ. ലോക്ക് തകരാറിലായതോടെ NTA ബന്ധപ്പെട്ടപ്പോൾ കട്ടർ ഉപയോഗിച്ച് തുറക്കാൻ അറിയിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഡിജിറ്റൽ ലോക്കറിന് എങ്ങനെ തകരാറുണ്ടായി എന്നത് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ചോദ്യപേപ്പറുകൾ സെന്ററുകളിലേക്ക് അയച്ചതിൽ ചില കൊറിയർ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സ്വകാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം തേടിയ ശേഷം മാറ്റങ്ങൾ വരുത്താനാണ് സമിതിയുടെ തീരുമാനം. പരീക്ഷകൾ പുനരാരംഭിക്കുന്നതിന് ശക്തമായ സംവിധാനം ഏർപ്പെടുത്തുന്നതിനാണ് മുൻഗണനയെന്നും സമിതി അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ബീഹാറിൽ പോലീസിൽ നിന്ന് CBI സംഘം തെളിവുകൾ ശേഖരിച്ചു. DIG, ഡെപ്യൂട്ടി SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ 2 അംഗ CBI സംഘമാണ് ബീഹാറിലെത്തിയത്. 24 ഡൽഹി.